സോ സ്റ്റുഡൻസ്, അടുത്ത പ്രോഗ്രാം 9 ആണ്. സ്ട്രക്ചർഡ് ഒരു പ്രോഗ്രാമാണ്. കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം നമ്മൾ. ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ നമ്പർ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ നമ്പർ, പിന്നെ നെയിം, പിന്നെ ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന സിയുടെ മാർക്ക്, ടിയുടെ മാർക്ക്, പിന്നെ ടോട്ടൽ മാർക്ക്. അത് നമ്മൾ കൂട്ടേണ്ടതാണ്. 3 മാർക്കും കൂടെ കൂട്ടിയിട്ട് കിട്ടുന്ന ഒരു മാർക്കാണ് ടോട്ടൽ മാർക്ക്. അപ്പം അതിനുവേണ്ടി ഒരു സ്ട്രക്ചർ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ട്രക്ചർ പ്രോഗ്രാമിൽ ആദ്യമേ പതിവ് പോലെ നമ്മൾ IOStream CSTD. IOStream എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനത്തെ COUT, CIN അതൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ IOStream ഹെഡർ ഫയൽ വേണം. പിന്നെ CSTDIO എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ഗെറ്റ് ലൈൻ ഫങ്ഷൻ അതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് CSTDIO എന്ന് പറയാം. ഹെഡർ ഫയൽ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ യൂസിങ് നെയിം സ്പേസ് STD എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് യൂസ്, അതായത് നമ്മൾ കീബോർഡ് വഴിയാണ് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഔട്ട്പുട്ട് എടുക്കുന്നതും മോണിറ്ററിൽ കൂടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ഒരു സ്ട്രക്ചറുടെ കൺസെപ്റ്റാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ സ്ട്രക്റ്റ് ആണല്ലോ ഉപയോഗിക്കുന്നത്. സ്ട്രക്റ്റ് ടാഗ് നെയിം സ്റ്റുഡൻറ്റ്, പിന്നെ അതിൻ്റെ മെമ്പേഴ്സാണ്. അപ്പം അഡ്മിഷൻ നമ്പർ ഇൻറ്റീജർ ടൈപ്പ്, നെയിം ഒരു അറേ ആണ്. സോ ക്യാർ നെയിം, പിന്നെ അറേ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ 25 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പം പേരായിട്ട് നമുക്ക് 25 ക്യാരക്ടേഴ്സ് വരെ സ്റ്റോർ ചെയ്യാം. പിന്നെ നമുക്കുള്ളത് മാർക്കുകൾ എൻ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡേറ്റ ടൈപ്പ് എന്തായിരിക്കും? ഇൻറ്റീജർ ആയിരിക്കും. ടോട്ടൽ മാർക്ക് കൂട്ടുന്നതും എന്ത് ഡേറ്റ ടൈപ്പ് ആയിരിക്കും? ഇൻറ്റീജർ. എന്നിട്ട് ആ സ്ട്രക്ചറിൻ്റെ ഡെഫിനീഷൻ ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ കൊടുത്ത് അത് അവസാനിപ്പിക്കുക. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഈ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുന്നത് മെയിൻ ഫങ്ഷൻ്റെ മേളിലാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അതിനെ ഗ്ലോബൽ ആക്കുന്നതാണ്. മെയിൻ ഫങ്ഷൻ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഫങ്ഷൻ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതിനും ഈ സ്ട്രക്ചർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തൽക്കാലം ഒന്നുമില്ല. അപ്പം അഥവാ നിങ്ങൾ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ ഈ മെയിൻ ഫങ്ഷൻ്റെ പുറത്ത് ഉപയോഗിക്കാൻ വിട്ടുവോ മറന്നുവോ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഈ മെയിൻ ഫങ്ഷൻ്റെ അകത്തും നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് അതേ സാധനം, ഇത്രയും സാധനം, ഈ സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് തൊട്ട് എവിടം വരെ ഉള്ള ആ ഒരു കോഡ് നിങ്ങൾ എവിടെ ആദ്യമേ ബ്രാക്കറ്റ് ഇൻറ്റു മെയിൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾ ആ ഫുൾ സ്ട്രക്ചർ എഴുതണം. എന്നിട്ട് പിന്നെ ഇത് തൊട്ട് തുടങ്ങണം. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ മെയിൻ്റെ മേളിൽ തന്നെ എഴുതിയുകൊണ്ട് മെയിൻ ഫങ്ഷനിൽ എന്താ കൊടുത്തിരിക്കുന്നത്? സ്റ്റുഡൻറ്റ് എസ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റുഡൻ്റ് ആണ് ടാഗ് നെയിം, അതിൻ്റെ ഒരു വേരിയബിൾ ആണ് എസ്. സോ എസ് ഈസ് എ സ്ട്രക്ചർ വേരിയബിൾ ഓഫ് വിച്ച് ടൈപ്പ്? സ്റ്റുഡൻറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എസ് വെച്ചുകൊണ്ട് ഈ വേരിയബിൾ സ്ട്രക്ചറുടെ വേരിയബിൾ വെച്ചുകൊണ്ട് നമുക്ക് ആ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ, പേര്, ഇതൊക്കെ മാർക്കുകളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുമ്പം ഈ അഡ്മിഷൻ നമ്പർ ആക്സസ് ചെയ്യണമെങ്കിൽ തന്നെ എസ് ഡോട്ട് അഡ്മിഷൻ നമ്പർ കൊടുക്കണം. നെയിം ആക്സസ് ചെയ്യണമെങ്കിൽ എസ് ഡോട്ട് നെയിം, എസ് ഡോട്ട് സി മാർക്ക്, അങ്ങനെ കൊടുത്താൽ ഈ മെമ്പേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? കുട്ടിയുടെ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ്, അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മളോട് എൻ്റർ ചെയ്യാൻ പറയണം. സോ ഫസ്റ്റ് COUT മെസ്സേജ് എൻ്റർ ദ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ. ഇനി /n എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റർ ദ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് വന്നതിന് ശേഷം ഒരു ന്യൂ ലൈൻ വരും. ആ ന്യൂ ലൈനിലായിരിക്കും എന്ത് വരുന്നത്? അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വരും. ഞാനിതൊന്ന് റൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. എൻ്റർ ദ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് കോളൻ, അത് കഴിഞ്ഞിട്ട് ന്യൂ ലൈൻ, ഒരു ന്യൂ ലൈൻ, പിന്നെ വീണ്ടും ഒരു ന്യൂ ലൈൻ കഴിഞ്ഞിട്ട് അഡ്മിഷൻ നമ്പർ വരുന്നുള്ളൂ. ഇവിടെ 2 ന്യൂ ലൈൻ വരാനുള്ള സ്പേസ് കാണാം നിങ്ങൾക്ക്, നല്ലൊരു ഗ്യാപ്പില്ലേ? അത് 2 ന്യൂ ലൈൻ ആണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ലൈൻ എന്ന് വെച്ചാൽ ഈ /n കൊടുക്കുമ്പോൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിൻ്റെ ഈ കോളൻ കഴിഞ്ഞിട്ട് ഇവിടെ /n കൊടുത്തിട്ടില്ലേ?
ആ സ്ലാഷൻ കാരണമാണ് ഒരു ന്യൂ ലൈൻ ഇവിടെ വരുന്നത്. പിന്നെ അടുത്ത ന്യൂ ലൈൻ വരുന്നത് അഡ്മിഷൻ നമ്പറുടെ മുമ്പിൽ നമ്മൾ വീണ്ടും ഒരു സ്ലാഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ സ്ലാഷൻ കാരണമാണ് പിന്നെ വീണ്ടും ഒരു ന്യൂ ലൈൻ കഴിഞ്ഞിട്ട് അടുത്ത വരിയിലെ അഡ്മിഷൻ നമ്പർ വരുന്നത്. ഇപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഈ ഒരു സ്ലാഷൻ എടുത്ത് കളയുവാണ്. ഓക്കെ, എന്ത് മാറ്റം വന്നാലും വീണ്ടും നമ്മൾ കമ്പൈൽ ചെയ്യണം, ബിൽഡ് ചെയ്യണം, പിന്നെ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഇവിടെ ഒരു രീതിയില്ലല്ലോ. ഓക്കെ, ഒരു ന്യൂ ലൈൻ അവിടെ വന്നിട്ടില്ല. അത് ഈ അഡ്മിഷൻ നമ്പറുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ സ്ലാഷൻ എടുത്ത് കളഞ്ഞുകൊണ്ടാണ് അത് പോയിരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ ഈ ഒരു സ്ലാഷനും കൂടെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ്റർ ദ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് കോളൻ വരെ വരും. അത് കഴിഞ്ഞിട്ട് ഉടനെ തൊട്ടടുത്ത് തന്നെ എന്തും കൂടെ വരുന്നതായിരിക്കും, അഡ്മിഷൻ നമ്പർ വരുന്നതായിരിക്കും. അപ്പം അതുകൂടെ നമുക്കൊന്ന് നോക്കാം. സോ എങ്ങനെ കൊടുത്തു, നമ്മൾ കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. അപ്പം കണ്ടോ, എൻ്റർ ദ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് കോളൻ കഴിഞ്ഞിട്ട് ഉടനെ അടുത്ത് തന്നെ അഡ്മിഷൻ നമ്പർ വന്നിരിക്കുന്നു. അപ്പോൾ അതൊരു ഭംഗിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ലാഷ് എന്നൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അത് സ്ലാഷ് എൻ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ എല്ലാം അടുത്തടുത്ത് വരും. ഇത് കുറച്ച് ഭംഗിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലാഷ് എൻ. അപ്പോൾ കൊടുക്കുമ്പോൾ എപ്പോഴും കൊടുക്കുമ്പോൾ ഒന്ന് ഓർക്കുക, ഇത് സ്ലാഷ് എൻ ഇങ്ങോട്ടുള്ള സ്ലാഷ് ആണ്, ബാക്ക് സ്ലാഷ് എൻ ആണ് ഇടേണ്ടത്, എന്നാലേ ന്യൂ ലൈൻ വരത്തുള്ളൂ. അഡ്മിഷൻ നമ്പർ കൊടുക്കുക, അഡ്മിഷൻ നമ്പർ എൻ്റർ ചെയ്യാനായിട്ടുള്ള മെസ്സേജ് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു അഡ്മിഷൻ നമ്പർ എൻ്റർ ചെയ്യുമല്ലോ. ഓക്കെ, സോ അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ അഡ്മിഷൻ നമ്പർ ചോദിക്കുന്നു. സോ ഞാൻ 101 കൊടുക്കുന്നു, എന്നിട്ട് എൻ്റർ കൊടുക്കും. അപ്പോൾ ഈ 101 എന്ന് പറഞ്ഞ് കൊടുത്ത വാല്യൂ എവിടെ പോയി സ്റ്റോർ ആകണം? ഈ സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ആവണ്ടേ. അപ്പോൾ അത് സ്റ്റോർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CINS.admission നമ്പർ കൊടുക്കുന്നു. ഓക്കെ, അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സംഖ്യ, കീബോർഡിൽ ഇൻപുട്ട് ചെയ്യുന്ന 101 അതെവിടെ പോയി സ്റ്റോർ ആവണം? ഈ സ്ട്രക്ചർ എസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൻ്റെ ADMNO ആ ഒരു അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞ മെമ്പറിലോട്ട് കയറണം. അടുത്ത എന്ത് ചോദിക്കണം? നെയിം ചോദിക്കണം. അപ്പോൾ ഇവിടെ അടുത്ത നെയിം വരും. അവിടെ നമ്മളൊരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആ പേര് എവിടെ പോയി സ്റ്റോർ ആവണം? S.nameൽ സ്റ്റോർ ആവണം. ഓക്കെ, അപ്പോൾ ഇവിടെ നെയിം എൻ്റർ ചെയ്യാൻ പറയുന്നു. ഇവിടെ CINWS എന്ന് വെച്ചാൽ നമ്മൾ ആ സിംഗിൾ ക്യാരക്ടർ, നമ്മൾ നെയിം കഴിഞ്ഞിട്ടൊക്കെ എന്തെങ്കിലും ഒരു വൈറ്റ് സ്പേസോ എക്സ്ട്രാ സ്പേസോ അല്ലെങ്കിൽ എൻ്റർ കീ ഞെക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അത് ഫ്ലഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്, അതായത് അത് സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ WS കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ CINWS ഒഴിവാക്കുന്നു. ഓക്കെ, ഒഴിവാക്കിയിട്ട് നമ്മളിപ്പം കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അഡ്മിഷൻ നമ്പർ ചോദിക്കുന്നു, 101 കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. കണ്ടോ, നെയിം കഴിഞ്ഞിട്ട് അത് നമുക്ക് നെയിം എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ചോദിക്കുന്നേ ഇല്ല, ഓപ്ഷൻ തരുന്നേ ഇല്ല. നേരെ CE മാർക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ 101 കഴിഞ്ഞിട്ട് നമ്മളൊരു എൻ്റർ കീ പ്രസ് ചെയ്യത്തില്ലേ, ആ എൻ്റർ കീ അത് നെയിമായിട്ട്, നെയിമിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് അങ്ങ് എടുക്കുവാണ്. അപ്പോൾ അത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നെയിം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കും. ഫ്ലഷ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആ എൻ്റർ കീ ഞെക്കുമ്പം അതൊരു ക്യാരക്ടറായിട്ട് സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ CIN.WS നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, CIN.WS കൊടുക്കുന്ന ആ നമ്മൾ അഡ്മിഷൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻ്റർ കീ പ്രസ് ചെയ്യും. ആ എൻ്റർ കീ ഒരു സ്പേസാണ്, ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ പേരായിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് CINWS കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, പ്രിയ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ പോയി സ്റ്റോർ ആകും? S.nameൽ സ്റ്റോർ ആകും. അപ്പോൾ അത് സ്റ്റോർ ആകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് CIN.getLine S.name, 25.
ഇനി എന്തുകൊണ്ടാണ് ഗെറ്റ് ലൈൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ ഇൻപുട്ട് ചെയ്യുമ്പം സ്പേസ് ഒക്കെ എടുക്കണമെങ്കിൽ അഡ്മിഷൻ നമ്പർ കൊടുത്തു 101 കൊടുത്തു, അത് കഴിഞ്ഞിട്ട് നെയിമിൽ പ്രിയ കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് എം കൊടുക്കില്ലേ, ഈ സ്പേസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗെറ്റ് ലൈൻ ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആ സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ ഫങ്ഷൻ കൊടുത്തില്ലെങ്കിൽ സ്പേസ് പ്രിയ സ്പേസ് എം കൊടുത്താലും പ്രിയ വരെ സ്വീകരിക്കത്തുള്ളൂ, ഗെറ്റ് ലൈൻ ഉപയോഗിച്ചില്ലെങ്കിൽ. ഓക്കെ, അതായത് വെറും സീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, സ്പേസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ കൊടുക്കുന്നത്. അടുത്ത നെയിം കഴിഞ്ഞിട്ട് സി മാർക്ക് എൻ്റർ ചെയ്യാൻ പറയണം. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന സി മാർക്ക് സ്വീകരിച്ച് എസ് ഡോട്ട് സി മാർക്കിൽ സ്റ്റോർ ചെയ്യും. പ്രാക്ടിക്കൽ പി മാർക്ക് എൻ്റർ ചെയ്യാൻ പറയണം, അത് സ്വീകരിച്ചിട്ട് എസ് ഡോട്ട് പി മാർക്കിൽ സ്റ്റോർ ചെയ്യുന്നു. ടി മാർക്ക് എൻ്റർ ചെയ്യാൻ പറയണം, അത് എസ് ഡോട്ട് ടി മാർക്കിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടോട്ടൽ മാർക്ക്. അപ്പം ഈ ടോട്ടൽ മാർക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു മെമ്പർ തന്നെയല്ലേ, അതുകൊണ്ടാണ് എസ് ഡോട്ട് ടോട്ടൽ മാർക്ക് ഇസ് ഈക്വൽ ടു എസ് ഡോട്ട് പ്രാക്ടിക്കലിൻ്റെ മാർക്ക് പ്ലസ് എസ് ഡോട്ട് സി മാർക്ക് പ്ലസ് എസ് ഡോട്ട് ടി മാർക്ക്, ഇതെല്ലാം കൂടെ കൂട്ടുക. കൂട്ടി കഴിയുമ്പോഴത്തേക്ക് എസ് ഡോട്ട് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഈ 3 മാർക്കിൻ്റെയും കൂടെ ടോട്ടൽ വന്ന് സ്റ്റോർ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഡിസ്പ്ലേ ചെയ്യാൻ പറയണം. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാൻ പറയുമ്പം ആദ്യമേ ഒരു മെസ്സേജ് ദ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ നെയിം എന്തായിരിക്കണം, എസ് ഡോട്ട് നെയിം. നമ്മൾ സ്റ്റോർ ചെയ്തില്ല പേരെവിടെ, നമ്മൾ എസ് ഡോട്ട് നെയിമിലല്ലേ സ്റ്റോർ ചെയ്തേക്കുന്നത്, അത് പ്രിൻ്റ് ചെയ്യാൻ പറയുക. അടുത്ത അഡ്മിഷൻ നമ്പർ, അത് എസ് ഡോട്ട് എ അഡ്മിഷൻ നമ്പർ. സി മാർക്ക് എസ് ഡോട്ട് സി മാർക്ക്. പി മാർക്ക് പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു, എസ് ഡോട്ട് പി മാർക്ക്. അടുത്ത ടി മാർക്ക് എസ് ഡോട്ട് ടി മാർക്ക് ആൻഡ് ടോട്ടൽ മാർക്ക് എസ് ഡോട്ട് ടോട്ടൽ മാർക്ക്. അതായത് നമ്മൾ ഈ ഇൻപുട്ട് വഴി ഇതിലൊക്കെ സ്റ്റോർ ചെയ്ത സാധനം അത് സി ഔട്ട് വഴി അതെല്ലാം പ്രിൻ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് എല്ലാം റൺ ചെയ്ത് കാണിക്കാം. അഡ്മിഷൻ നമ്പർ 101 കൊടുത്തു കഴിഞ്ഞാൽ അത് എസ് ഡോട്ട് അഡ്മിഷൻ നമ്പറിൽ പോയി സേവ് ആകും. നെയിം കൊടുക്കുന്നു, അത് എസ് ഡോട്ട് നെയിമിൽ പോയി സ്റ്റോർ ആകും. സി മാർക്ക് 40 കൊടുക്കുന്നു, അത് എസ് ഡോട്ട് സി മാർക്കിൽ സ്റ്റോർ ആകും. 50 കൊടുക്കുന്നു, അത് എസ് ഡോട്ട് പി മാർക്കിൽ സ്റ്റോർ ആകും. ടി മാർക്ക് കൊടുക്കുന്നു, ടി മാർക്ക് 70 കൊടുക്കുന്നു, അത് എസ് ഡോട്ട് ടി മാർക്കിൽ സ്റ്റോർ ആകും. ഇനി ലാസ്റ്റിൽ എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പം അതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്, പ്രോസസ്സിങ് നടന്നിട്ടുണ്ട്. ടി മാർക്ക് കൊടുത്തതിന് ശേഷം ടോട്ടൽ മാർക്ക് ഇവിടെ കൂട്ടി വച്ചിട്ടുണ്ട്. ഓക്കെ, ആ സാധനം ഒക്കെ ഇവിടെ ഫൈനലി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ദ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്, കാരണം നമ്മളിവിടെ ആദ്യമേ സി ഔട്ട് ദ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് വരുന്നത്. പിന്നെ നെയിം വന്നതിന് ശേഷം എന്ത് വരാനാണ് പറഞ്ഞിരിക്കുന്നത്, എസ് ഡോട്ട് നെയിം. അപ്പോൾ ഇവിടെ എന്ത് വരും, പ്രിയ വരും, നമ്മൾ കൊടുത്ത പേര് വരും. അഡ്മിഷൻ നമ്പർ എസ് ഡോട്ട് അഡ്മിഷൻ നമ്പർ വരും. എസ് ഡോട്ട് സി മാർക്ക് 40, എസ് ഡോട്ട് പി മാർക്ക് 50, എസ് ഡോട്ട് ടി മാർക്ക് 70. ടോട്ടൽ മാർക്ക് എന്തായിരിക്കും, എസ് ഡോട്ട് ടോട്ടൽ മാർക്ക്, അത് ഇതെല്ലാം കൂടെ കൂട്ടിയ മാർക്ക് നമ്മളെവിടെ നിന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ സ്ട്രക്ചർ പ്രോഗ്രാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.